മാന്നാർ മച്ചൻസിലേക്ക് സ്വാഗതം. വിഷു റിലീസായിട്ട് കേരളത്തിൽ നാളെ 4 സിനിമയാണ് റിലീസാകുന്നത്. നമ്മൾ ബസൂക്ക, ആലപ്പുഴ ജിംഖാന, ഗുഡ് ബാഡ് അഗ്ലി, മരണമാസ് എന്നീ ചിത്രങ്ങളാണ് വിഷു റിലീസായിട്ട് റിലീസാകുന്നത്. അപ്പോൾ ആ സിനിമകളൊക്കെ നമുക്ക് ഏതൊക്കെയാണെന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ബസൂക്കയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് ബസൂക്ക സംവിധാനം ചെയ്യുന്നത് ഡിനോ ഡെന്നീസ് ആണ് സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മോഡിൽ പോകുന്ന ഒരു സിനിമയാണ്. ഇതിനകത്ത് മമ്മൂക്ക, ഗൗതം വാസുദേവ മേനോനൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. അതുപോലെ തന്നെ ഇന്ന് ഈ സിനിമയുടെ ഭാഗത്തുനിന്ന് ഒരു ടീസർ ഇറങ്ങിയിട്ടുണ്ട്. ആ ടീസറിലാണെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് എന്താണ് ഏതാണെന്നുള്ളത്. അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, അതേപോലെ തന്നെ അതിൽ വേറെന്തോ ഒരു പരിപാടിയും കൂടെ കാണിക്കുന്നുണ്ട്. അവർ ഒരു ഗെയിമിംഗ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള എന്തോ ഒരു സംഭവം, ഒരു സാധനം അതിനകത്ത് ഹൈഡായിട്ടിരിപ്പുണ്ട്. അതെന്താണെന്നുള്ളത് അവർ തിയേറ്ററിലായിരിക്കും ആ സാധനം പൊട്ടിക്കുന്നത്. എന്തായാലും ഇന്നിറങ്ങിയ ആ ഒരു ടീസറും ഈ സിനിമയുടെ ഒരു ക്വാളിറ്റിയും ഒക്കെ ഭയങ്കരം തന്നെയാണ്. പിന്നെ ഇത് മ്യൂസിക് ചെയ്യുന്നത് സയ്യിദ് അബ്ബാസ് ആണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്യുന്നത്. അദ്ദേഹം നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും മമ്മൂക്കയുടെ ആ ഒരു കുറേ നാളായി മമ്മൂക്കയുടെ ഒരു പടം നമ്മൾ കണ്ടിട്ട്. എന്തായാലും ഈ പടം എന്തായാലും വളരെ നല്ല സിനിമയായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ പ്രിവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം തന്നെ വലിയ റിപ്പോർട്ടുകളാണ് ഈ സിനിമയ്ക്ക് വന്നത്. എന്തായാലും നമുക്ക് ഈ പടത്തിന് വേണ്ടി കാത്തിരിക്കും. വിഷു റിലീസിന് എത്തുന്ന അടുത്ത ചിത്രം എന്ന് പറഞ്ഞാൽ നമ്മളെ യുവാക്കളെ എല്ലാം പെട്ടെന്ന് ആകർഷിക്കുന്ന ഒരു ചിത്രമാണ്. ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞ ഒരു സിനിമയാണ്. അത് നമ്മുടെ ഖാലിദ് റഹ്മാനാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം തല്ലുമാല എന്ന് പറഞ്ഞ ഒരു വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ കൊടുത്തൊരു സംവിധായകനാണ്. അപ്പോൾ ആ ഒരു സംവിധായകൻ്റെ അടുത്ത പടം എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ വേറൊരു ഹൈപ്പ് ഉണ്ട്. പിന്നെ ഈ സിനിമയിൽ നായകനായിട്ട് വരുന്നത് നസ്ലിനും പിന്നെ ലുക്മാനും അതുപോലെ തന്നെ ഗണപതിയുമാണ്. നസ്ലിനെ ഇപ്പോൾ നമുക്കറിയാം, എല്ലാവരെയും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ് നസ്ലിന്. അപ്പം നസ്ലിൻ്റെ സിനിമകളും ഭയങ്കരമായിട്ട് നോക്കിയിരിക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്താണ് ഇങ്ങനൊരു കോമ്പിനേഷൻ വന്നത്. ഇതിൻ്റെ ഭാഗത്തുനിന്ന് വന്ന ട്രെയിലർ ആണെങ്കിലും ഒക്കെ എല്ലാം നല്ലൊരു സീൻ സാധനമായിരുന്നു വന്നത്. കാരണം ബോക്സിംഗ് പശ്ചാത്തലത്തിൽ മാത്രമല്ലാതെ ഒരു ആക്ഷനിലും പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു കോമഡി ഒക്കെ ആയിട്ട് പോകുന്നൊരു സംഭവമാണ്. എന്തായാലും ഫുൾ ആൻഡ് ഫുൾ സീരിയസ് ഒരു ബോക്സിംഗ് സിനിമ ആയിരിക്കത്തില്ലെന്ന് അവർ ഒഫീഷ്യലായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമയും ആൾക്കാർ നല്ല രീതിക്ക് തന്നെ നോക്കി കാണുന്നൊരു ചിത്രമാണ്. എന്തായാലും ഈ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ നല്ല രീതിക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ സിനിമ ഉറപ്പായിട്ടും നസ്ലിൻ്റെ ഒക്കെ ഒരു വെറൈറ്റി പടം ആകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ടീസറൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. അടുത്തതായിട്ട് ഈ കൂട്ടത്തിൽ മലയാള റിലീസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ് മരണമാസ്. ഈ സിനിമ നമ്മുടെ ബേസിൽ ജോസഫും സുരേഷ് കൃഷ്ണയാണ് പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഈ സിനിമ ട്രെയിലറൊക്കെ വന്ന് നമ്മളെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു ട്രെയിലറായിരുന്നു. കാരണം ഇപ്പോഴത്തെയൊക്കെ കാലഘട്ടത്തിൽ നടക്കുന്ന കുറച്ച് പിള്ളേരുടെയൊക്കെ സെറ്റിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ അതേ രീതിക്കത്തെ സ്വഭാവമൊക്കെ ആയിട്ടുള്ളൊരു പടമായിരിക്കും. അത് നമുക്ക് ഉറപ്പാണ് ഈ ട്രെയിലർ കാണുമ്പോൾ. ഒരു ഡാർക്ക് കോമഡി സ്പൂഫ് രൂപേണ വരുന്നൊരു ചിത്രമാണിത്. എന്തായാലും ഈ സിനിമ ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് റിലേറ്റ് ആകാൻ സാധ്യത ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സിനിമ നല്ല രീതിക്കും പോകാനും സാധ്യതയുണ്ട്. പിന്നെ ബേസിലിൻ്റെ സിനിമ ഓൾറെഡി പുള്ളി ഇപ്പോൾ ഒരു ജനപ്രിയ നായകൻ ഇമേജിനുള്ള ഒരു നടനാണ്. പിന്നെ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ടൊവിനോ ആണ്. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഈ സിനിമയ്ക്കുണ്ട്. പിന്നെ ഈ സിനിമയിൽ ഇന്ന് ഒരു സോങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, മാസ്മരികോ എന്ന് പറഞ്ഞ്. രാജേഷ് മാധവൻ ഈ സിനിമയ്ക്കകത്താണ് ഒരു കില്ലറായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ആ ഒരു രീതിക്കത്തെ ഒരു സോങ് ആണ് ഇറങ്ങിയിരിക്കുന്നത്. എല്ലാം അടിപൊളിയായിരുന്നു. ലിറിക്സും സൂപ്പറായിരുന്നു. പിന്നെ പുള്ളിയുടെ ചില എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അപ്പം എന്തായാലും ഈ സിനിമയും ആൾക്കാർ നല്ല രീതിക്ക് തന്നെ നോക്കി കാണുന്ന ഒരു ചിത്രമാണ്. ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് JK ആണ്. അദ്ദേഹം നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പടം ഈ ഒരു ലിസ്റ്റിലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്ന ചിത്രമാണ്. എന്തായാലും ഈ പടം നമ്മളും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് ഈ ലിസ്റ്റിലുള്ളത് ഈ 3 മലയാള സിനിമകളുടെ കോമ്പറ്റീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു തമിഴ് സിനിമയാണ്. അത് നമ്മുടെ തല അജിത്ത് AKയുടെ ഒരു സിനിമയാണ് വരുന്നത്, ഗുഡ് ബാഡ് അഗ്ലി. ഇപ്പം തന്നെ നമുക്കറിയാം ആദിക് രവിചന്ദ്രൻ, മാർക്കണ്ണണി എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്ത ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത ചിത്രമാണിത്. അപ്പം അത്രത്തോളം ഹൈപ്പ് ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു പ്രത്യേക കാരണം വെച്ചാൽ അദ്ദേഹം ഒരു വലിയൊരു അജിത് ഫാനാണ്. അപ്പം അജിത്തിനെ വെച്ചൊരു പടം എടുക്കും ഏത് രീതിക്കായിരിക്കും എന്നുള്ളൊരു സംഭവം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് നമുക്ക് ട്രെയിലർ ഇറങ്ങിയപ്പോഴത്തേക്കിന് വ്യക്തമായിരുന്നു. കാരണം അജിത്തിന് ഇതിന് മുൻപത്തെ സിനിമകളുടെ ഒക്കെ റെഫറൻസും കാര്യങ്ങളും എല്ലാം ആ ഒരു ട്രെയിലറിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഒരു സിനിമയും ഈ ഒരു റേഞ്ചിലായിരിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അജിത്തിനെ എങ്ങനെയാണ് കാണാൻ ആഗ്രഹിച്ചത് ആ രീതിക്കാണ് നമ്മൾ ഗുഡ് ബാഡ് അഗ്ലിയുടെ ട്രെയിലർ കണ്ടത്. എന്തായാലും ഈ സിനിമയുടെ മ്യൂസിക് കൈകാര്യം ചെയ്തത് GV പ്രകാശാണ്. ഒരു അടിച്ചുപൊളി ആക്ഷൻ പടം എന്നുള്ളൊരു ഇതിലാണ് ഈ പടം വരുന്നത്. നമ്മൾ തിയേറ്ററിലൊക്കെ പോയിരുന്ന് വിസിലൊക്കെ അടിച്ച് കാണാൻ പറ്റിയ ഒരു രീതിക്കത്തെ ഒരു പടമായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത്രയും അടിപൊളിയായിട്ടാണ് അജിത്തിന് ഈ സിനിമയ്ക്കകത്ത് പുള്ളി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ പുള്ളിക്കാരനെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നതൊക്കെ ആണെങ്കിലും പണ്ട് നമ്മൾ കണ്ട മങ്കാത്തയിലൊക്കെ കണ്ട ആ ഒരു ഫീലിലാണ് അജിത്തിനെ ഇതിനകത്ത് കാണാൻ പറ്റിയത്. എന്തായാലും ഈ സിനിമയും തമിഴ്നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ കൂലിക്ക് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമകളുടെ ലിസ്റ്റിലുള്ള ഒരു പടമാണിത്. എന്തായാലും ഈ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. എന്തായാലും 4 സിനിമകളും എന്തായാലും നല്ല രീതിക്ക് വരട്ടെ എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. നമ്മളിപ്പോൾ ഈ കൂടുതലെ ബസൂക്കയുടെ കാര്യം മാത്രമേ നമ്മൾ അറിഞ്ഞിട്ടുള്ളായിരുന്നു. പ്രിവ്യൂ ഷോ കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല റിപ്പോർട്ടുണ്ട്, ഫുൾ പോസിറ്റീവ് റിപ്പോർട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. എന്തായാലും ഈ സിനിമയിൽ ഏത് സിനിമയാണ് നിങ്ങൾ കാത്തിരിക്കുന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഏത് സിനിമയ്ക്കാണ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് പോകുന്നതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.